ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഈദ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തവണത്തെ പെരുന്നാൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. തലേദിവസം കുറേ നേരം പുറത്ത് ചിലവഴിച്ചുകൊണ്ട് എന്താണെന്നറിയില്ല, ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ചതും ഉറങ്ങിയതും ഒക്കെ ഭയങ്കര ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ്റെ തലവേദനയും ശരീരം വേദനയും ഒക്കെ ആയിട്ട് രാവിലെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. എന്നാലും നമ്മൾ പെരുന്നാൾ നമ്മളെന്തായാലും രാവിലെ എണിക്കണമല്ലോ എന്തെന്നായാലും. എന്നാലും ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടാണ് എണിക്കാനായിട്ട്. ഒരു 6:30 ആയി എണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പെരുന്നാൾ നിസ്കാരം 6 മണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണിച്ച് വരുമ്പോഴേക്കും ഫവൽക്ക പള്ളിയിൽ നിന്ന് വന്നു. 6:30 ആയപ്പോൾ ഫവൽക്ക ഇവിടെ എത്തി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പത്തിരിയും ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനും കാര്യങ്ങളൊക്കെ തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടും എണിക്കാൻ കുറച്ച് വൈകിയോണ്ടും ഒക്കെ ആയിട്ട് ഞാൻ അപ്പോൾ അന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഫവൽക്കാണ് ചായ ഒക്കെ എനിക്ക് വെച്ചിരുന്നത്. ഫവൽക്കായിരുന്നു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലത്തെ ചായ ഒക്കെ വെച്ച് തന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയ പാടെ തന്നെ മട്ടൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. കാരണം വെച്ചാൽ ഐസൊക്കെ പോകണമല്ലോ, നമുക്ക് ബിരിയാണി വേഗം ആക്കണമല്ലോ എന്തായാലും. പിന്നെ ഒരുപാട് ഐസ് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഐസായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുട്ടുണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഇത് കുക്കറിൽ വേവിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഞാനൊക്കെ കുളിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മട്ടൻ പിന്നെ വന്ന് നമുക്ക് നേരെ ബിരിയാണി വയ്ക്കാമല്ലോ. എന്തായാലും പെരുന്നാൾ നമ്മൾ നേരത്തെ കുളിച്ച് പുതിയ ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഫവൽക്ക് പറഞ്ഞപ്പോഴേക്കും ഞാൻ സവാളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഒരാളും കൂടെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണിയൊന്നും വലിയ പണിയായിട്ട് തോന്നില്ലല്ലോ. ബിരിയാണി പണി പ്രത്യേകിച്ചും ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫവൽക്ക് ഹെൽപ്പ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏത് പെരുന്നാൾ എനിക്ക് ഇപ്രാവശ്യം പിന്നെ വയ്യായിരുന്നു കേട്ടോ. വയ്യായില്ലെങ്കിലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഫവൽക്ക് തന്നെയാണ് കേട്ടോ ചെയ്തു തരാറ്. അപ്പോൾ ഞാൻ ഈ ഫവൽക്ക കട്ട് ചെയ്യുമ്പോഴേക്കും കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ട് വരാമെന്നുള്ളതിൽ അങ്ങനെ പോയതാണ്. ഇതിപ്പോൾ ഇതാ ഞാൻ മട്ടൻ വേവിക്കാൻ വെച്ചതാട്ടോ. ഇത് കുക്കറിൽ മട്ടൻ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ നിന്ന് അങ്ങനെ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് പോയിട്ടാണ്. ഫവൽക്കാട് കുക്കർ ഓഫാക്ക്, ഇത്ര വിസിലൊരു ഓഫാക്ക് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി. ഇതും പറഞ്ഞത് കൈ നോക്കട്ടെ മൈലാഞ്ചി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് ഞങ്ങൾ എത്തിയെങ്കിലും മൈലാഞ്ചി ഇടാണ്ടിരിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കൈമ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നത്തെ കൈമൽ അതിൻ്റെ പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ ഇട്ടു. ഞാനും ഇട്ടു മൈലാഞ്ചിയൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന വരാൻ കാരണം ഞാൻ ഉറങ്ങാണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ കുളിയും കാര്യങ്ങൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. കുളിച്ചിട്ടാണ് ഞങ്ങൾ പെരുന്നാളിന് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വിഷയലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുളി കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ അതാ ഫവൽക്കൂടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ജസ്റ്റ് മസാല ആക്കി ബിരിയാണി ദമ്മിടേ വേണ്ടു. സവാള, തക്കാളി, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചതയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇഞ്ചിയൊക്കെ എത്ര ഉണ്ട്, ഇഞ്ചിയൊക്കെ കൂടി കഴിഞ്ഞാൽ കുത്തടിക്കും ബിരിയാണിയിൽ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഫവൽക്കൊക്കെ അളവറിയില്ല. അതുകൊണ്ട് തന്നെ അത്ര നോക്കിയിട്ട് എടുത്താൽ ഞാൻ നോക്കിയിട്ട് ചതയ്ക്കാൻ എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പച്ചമുളകൊക്കെ ആഡ് ചെയ്യണമല്ലോ ചതയ്ക്കുന്നതിൽ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അത് ആ മട്ടൻ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചോണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് മസാല ആക്കല്ലേ ഉണ്ട്. അതാണ് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും മട്ടൻ വേവിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബിരിയാണി പണി കഴിയും കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കിച്ചൺ ക്ലീൻ ആക്കലും കഴിഞ്ഞ് നേരെ ഞാൻ ബിരിയാണി പണിക്കിന് നിന്നത്. അപ്പോൾ ഇതാ ഞാൻ മട്ടൻ വേവിക്കുമ്പോൾ മട്ടൻ്റെ ആ വെള്ളം ഞാൻ കളയില്ല കേട്ടോ. ഇപ്പോൾ മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ മസാല ഒരുപാട് വെള്ളമായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മട്ടൻ മാത്രം ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മസാലയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നമ്മൾ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ദമ്മിടണം ചെയ്യുക. കാരണം നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ആക്കണം. നെയ്ച്ചോറ് വെച്ചിട്ട് മസാലയിലേക്ക് കൊട്ടിയിട്ട് ദമ്മാക്കി എടുക്കണം ചെയ്യുക. അപ്പോൾ ഈ നെയ്ച്ചോറ് ആക്കണേൽ ആ വെള്ളം മട്ടൻ്റെ സ്റ്റോക്കാണ് ആ വെള്ളം. അതുകൊണ്ട് തന്നെ അത് കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആ ചോറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ എല്ലാ ഫ്ലേവറും ആ റൈസിന് കിട്ടും. അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ചെയ്യൽ നല്ലതാട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ, നല്ല കാര്യമാണ്. കാരണം മട്ടൻ്റെ എല്ലാ സ്റ്റോക്കും ഈ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം കൊണ്ട് റൈസ് വെച്ചുകൊണ്ട് റൈസിനൊരു ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട്.
മട്ടൻ്റെ സ്റ്റോക്കിൻ്റെ കൂടെ അരിക്ക് ആവശ്യമായ എക്സ്ട്രാ വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഞാൻ മസാലയിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം വെച്ചാൽ മസാല ഒരുപാട് ഡ്രൈ ആയിരിക്കരുത്. കാരണം ദമ്മിടുമ്പോൾ നമ്മളെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നനവുണ്ടാവണം മസാലയ്ക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് മസാല ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കി വെള്ളം ചോറ് വയ്ക്കാൻ എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ദമ്മിടണം ചെയ്യുക. അപ്പോൾ ചോറ് വെറുതെ തിന്നാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആ റൈസിന് കിട്ടുന്നുണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒറ്റടിക്ക് പണി കഴിയും. അപ്പം നമ്മൾ കച്ചമ്പർ മേക്കർ കവൽ ഹംസയാണ്. ഞാൻ ഉണ്ടാക്കണേലും നല്ല ടേസ്റ്റിൽ കച്ചമ്പർ ഫവലൊക്കെ ഉണ്ടാക്കൂട്ടാ. എന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കച്ചമ്പർ ചിലപ്പോൾ ചെറുതാക്കിയൊന്നും ചോപ്പ് ചെയ്യില്ല. അങ്ങനെയൊക്കെ മടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒന്നൊക്കെ കട്ട് ചെയ്ത് കച്ചമ്പറാക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഫവൽക്കാകുമ്പോൾ എന്തായാലും മിക്സ്ഡ് ആയിട്ട് ക്യാരറ്റും കുക്കുംബറും സവാള ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കച്ചമ്പറിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ പൊതുവേ വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫവൽക്ക തന്നെയാണ് കേട്ടോ കച്ചമ്പറൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഞാനിങ്ങനെ പൊതുവേ ബിരിയാണി വയ്ക്കുമ്പോഴേ സവാള അണ്ടിപ്പരിപ്പൊന്നും അങ്ങനെ പൊരിച്ചിടലില്ല കേട്ടോ. കാരണം വെച്ചാൽ അതിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കും. കാരണം വെച്ചാൽ അത് കടിക്കുമ്പോൾ ഈ സവാള ഇങ്ങനെ ഇടയിൽ കൂടെ കടിക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ അത് ആഡ് ചെയ്യാണ്ടിരുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മാത്രം വറുത്ത് ആഡ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊരു 12:30 ആയപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ 12:30 ആയപ്പോൾ ഞങ്ങൾ ദമ്മൊക്കെ പൊട്ടിച്ചു വിട്ടാൽ ബിരിയാണി കഴിക്കാനായിട്ട്. കാരണം നമുക്ക് ചോറിന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം എന്തായാലും പാസ്സാക്കണം. നേരത്തെ ഫവൽക്കായാലും രാത്രി ഒന്നും ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. പിന്നെ വേഗണിച്ച് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12:30 ആയപ്പോൾ ഞങ്ങൾ ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു 8 മണി 7:30 സമയത്ത് അങ്ങോട്ടൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണി തികച്ചില്ല ഞങ്ങൾ 12:30 ആയപ്പോഴേക്കും ഞങ്ങൾ. കാരണം വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. പിന്നെ ബിരിയാണി ആകുമ്പോൾ കുറച്ചും കൂടെ വിശപ്പ് കൂടുമല്ലോ. എന്നിട്ട് അമ്മയൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്തതാ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ പോയി കിടക്കൊന്നുമില്ല. കുറച്ച് നേരം ഫോണിലൊക്കെ അങ്ങനെ നോക്കിയിരിക്കും. അതാണ് പൊതുവേ ഉള്ള റുട്ടീന്. പെരുന്നാളല്ലെങ്കിലും ഭക്ഷണം കഴിച്ച പാടെ അങ്ങനെ ഞങ്ങൾ പോയി കിടക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം അങ്ങനെ മൊബൈലിൽ നോക്കി സിനിമ കണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ പൊതുവേ കോൾ ചെയ്യാനുള്ളവർക്കൊക്കെ രാവിലെ കോൾ ചെയ്തു കിട്ടാം ഞങ്ങൾ. എന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കൊക്കെ കോൾ ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി പണിക്ക് നിന്നത്. അല്ലെങ്കിൽ പിന്നെ കോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ വീണ്ടും എവരിഡേ റുട്ടീൻ പോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ചായ വെച്ച് കുടിക്കലാണ്. പൊതുവേ 1-ാം പെരുന്നാളിൽ ഞങ്ങൾ എങ്ങനെ എങ്ങോട്ടും പോകലില്ല കേട്ടോ. ബിരിയാണി കഴിച്ച് അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങും. നല്ല ക്ഷീണമൊക്കെ മാറ്റും. പക്ഷെ അന്ന് രാത്രി ഞങ്ങൾ നെസ്റ്റോയിൽ എൻ്റെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് പെരുന്നാളിനെടുത്ത മാക്സി എനിക്ക് ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു മാക്സി ആയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അതിൻ്റെ സ്മോൾ സൈസ് ഇല്ല. ഞാൻ എടുത്തത് മീഡിയം ആയിരുന്നു. ആ ഒരു സൈസ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നല്ല ഇതൊക്കെ ഓഫർ 7 റിയാലൊന്നും ഇല്ല കേട്ടോ. അതിന് 3 റിയാൽ 900 പൈസ ആണ് ഈ ഒരു ഡ്രസ്സിനൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാട്ടോ. നല്ല സെറ്റാണ്. ഷാളടക്കം വന്നിട്ടുള്ള കണ്ട 3,900 ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്